ശരി, നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഇമോഷണലി ആ കണ്ണൊക്കെ ഒന്ന് നിറയുന്നത് ഞാനും കണ്ടായിരുന്നു. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ നമ്മൾ സെഷൻസ് എടുക്കുന്നത് കൊണ്ടും മറ്റുമൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് എന്താണ് സ്വയം ഒന്ന് അല്ലേ സെൽഫായിട്ടൊന്ന് നമ്മൾ ഓക്കെ ആയിട്ടൊക്കെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നിട്ടാണല്ലോ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുന്നതുമൊക്കെ. പക്ഷേ ഈ കോമൻസ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ചേച്ചീനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന ഒരാളാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് ഒരു ന്യൂട്രലായിട്ടൊക്കെ നിന്ന് പറയാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ചേച്ചി ശ്രമിച്ചിട്ടേ ഇല്ല, ശ്രമിക്കത്തില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ അങ്ങനെ തുറന്ന് പറയുമ്പോൾ ഈ വരുന്ന ഒരു സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നതില്ലേ, എങ്ങനെ ഓവർകം ചെയ്യുന്നത്? വല്ലാത്ത കൈയടി കിട്ടേണ്ടത് ഒരു കാര്യമാണ്. എൻ്റെ സപ്പോർട്ട് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സുമാണ്. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സൈക്കോളജി പഠിച്ചത് കൊണ്ട് അങ്ങനെ മാനസികമായി ഭയങ്കര ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഒരാളല്ല. ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ വൾണറബിലിറ്റിയെ ഞാൻ കൂടുതൽ അങ്ങ് അതിനെ മാസ്ക് ചെയ്യുന്നില്ല എന്ന് വേണേൽ പറയാം. ഞാൻ അതിനെ കുറച്ചുകൂടി എൻ്റെ വിഷമങ്ങളെയൊക്കെ ഞാനിങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറയാതെ ഞാൻ ട്രൂത്ത്ഫുള്ളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെ കുഴികളിലോട്ടൊക്കെ വീണ്ടും പോകാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര എന്താ ഇരുണ്ട വലിയ ഗർത്തങ്ങളിലോട്ട് ഇങ്ങനെ രാവിലെ വീഴുന്ന പോലെയുള്ള സ്വപ്നങ്ങൾ കാണുകയും ചിലപ്പോൾ ഭയങ്കര എണീറ്റ് വരാൻ പറ്റാത്ത തരത്തിൽ കുഴികളിലായി പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതെനിക്കൊന്ന് ഈ അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയതിന് ശേഷം മറ്റെല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ബാക്കി ഇപ്പോൾ പണ്ടാണെങ്കിൽ ടെലിവിഷനിൽ ചർച്ചയ്ക്ക് പോയി, ഇപ്പോൾ എനിക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഒരൊറ്റ കാര്യത്തിലേക്ക് ഞാനിങ്ങനെ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അവിടെ എൻ്റെ കൈ പിടിച്ച് എന്നെ കൂടെ ഇങ്ങനെ നിർത്തുന്ന എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അവർ മാത്രം കാരണമാണ് ഞാൻ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അഭിനയം അത്രയും എൻ്റെ വേറെ ഒരു കാര്യത്തിലൂടെ എനിക്ക് പാഷൻ ഇല്ല. ഇപ്പോൾ വേറെ ഒന്നുമില്ല. അഭിനയിക്കണം 360 ദിവസം സെറ്റിൽ കൊണ്ടുവിട്ടാൽ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് അശ്വിൻ സാറുണ്ട്, അതായത് ഗെയിം ഓവറിൻ്റെ ഡയറക്ടർ. അശ്വിൻ സാറിൻ്റെ പടം ഞാൻ ആദ്യം തമിഴിൽ അഭിനയിക്കുന്നത്. നല്ല കഥാപാത്രമായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ഗെയിം ഓവറിലാണ് ആദ്യമായിട്ട് എന്നെ ഒരു ആക്ടർ കാണാൻ പറ്റിയതെന്ന്. അപ്പം അശ്വിൻ സാർ എന്നോട് പറഞ്ഞു സാറിൻ്റെ ഫ്രണ്ടാണെന്ന് അരുൺ സാറ്. അപ്പോൾ സാർ അത് എനിക്ക് ഭയങ്കര സർപ്രൈസ്, എനിക്കറിയില്ലായിരുന്നു അത്. അപ്പോൾ അരുൺ സാറ് സിനിമ തീരാറായപ്പോഴാണ് പറഞ്ഞത് വേറെ ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ഗെയിം ഓവറിൽ അപ്പം അശ്വിൻ എന്നോട് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയാം, ഞാൻ ഗെയിം ഓവറിൽ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, അശ്വിൻ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ അശ്വിൻ സാറിനെ വിളിച്ചു സിനിമ എല്ലാം കഴിഞ്ഞിട്ട്. സാറിൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വല്ലപ്പോഴും വന്നിട്ടേ പോകുന്നുള്ളൂ തമിഴിൽ, അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ യു ആർ ഹാപ്പനിങ്. ഞാൻ ബിക്കോസ് അല്ലെങ്കിൽ അരുൺ കാസ്റ്റിംഗ് യു ഇസ് നോട്ട് എ സ്മോൾ ഡീൽ, ഇറ്റ് ഈസ് റിയലി എ ബിഗ് ഡീൽ. അത് അങ്ങനെ ഒന്നും ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല അരുൺ സാർ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ജനറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് ഈ തമിഴിൽ, അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ കൂടി ഇനിയും വർക്ക് ചെയ്യണം. അത് ഇപ്പോൾ ഗെയിം ഓവറിൽ കണക്റ്റിൽ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു, അശ്വിൻ സാറിൻ്റെ കൂടെ. അതൊക്കെ എന്താ പറയുക, ആ ഫോക്കസ് കാരണമായിരിക്കും അങ്ങനെയുള്ള സിനിമകൾ കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമ എന്ന് പറയുന്നതിന് ഇത്രയും ഫോക്കസ്ഡ് ആയപ്പോൾ മാല പാർവതി സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ ഏതൊക്കെ രീതിയിൽ മാറ്റം സംഭവിച്ചു? പ്രധാനമായിട്ടും വൾണറബിളായി കൂടുതൽ എന്ന് വെച്ചാൽ എൻ്റെ ഇമോഷൻസ് കുറച്ചും കൂടി ട്രൂത്ത്ഫുള്ളായിട്ട് വരാൻ തുടങ്ങി. അവനവനോട് കള്ള പറയുന്ന പരിപാടി നിർത്തി ടോട്ടലായി. അതാണ് ഞാൻ എന്ന് വെച്ചാൽ വേറൊരാളുടെ എനിക്ക് ദേഷ്യം വന്നാലും നമ്മൾ കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ പറയാതിരിക്കുക, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ അത് കുറച്ചും കൂടെ ഓണസ്റ്റായിട്ട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് ഈ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു എല്ലാം ഞാൻ കുറച്ചു. ഇപ്പോൾ ഒരാളെ ഏൽപ്പിച്ചു, ഞാൻ അതൊന്നും വായിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യില്ല. കൂടുതലും കുറച്ചും കൂടെ വായനയും സിനിമ കാണുന്ന ഒരുപാട് കൂടി, നോട്ട്സ് വയ്ക്കുക, ഓരോ ആക്ടേഴ്സിനെ ഫോളോ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പണ്ട് ചെയ്യില്ലായിരുന്നു ഇത്രയും കൃത്യമായിട്ട്. ഇപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് എന്നിൽ വന്ന വലിയ മാറ്റം എന്ന് തോന്നുന്നു. വായനയും സിനിമകളിലും കൂടിയതാണ് വലിയ. ഞാൻ വിചാരിച്ചു എക്സസൈസും ബ്യൂട്ടിയുടെ കാര്യമൊക്കെ പറയുമെന്ന് വിചാരിച്ചു, ഞാൻ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അല്ല, എന്നാലും നമ്മൾ അതിൽ കുറച്ച് കൂടുതൽ ചേച്ചി കോൺഷ്യസ് ആയില്ലേ, അത് നമ്മൾ വിസിബിൾ ആവുന്നുണ്ട്. പിന്നെ എക്സസൈസ്, എൻ്റെ കൈ ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ജിമ്മിലൊക്കെ പോയിക്കൊണ്ടത്. ഇപ്പോൾ കുറവാണ്, പോകണം, തിരിച്ച് പോയി തുടങ്ങണം. കൈ പൊക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടൽ വന്നിട്ട് അപ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു
പ്രശ്നമുണ്ട്. ഡയറ്റ് കാര്യങ്ങളൊക്കെ ഡയറ്റ് ഇപ്പോൾ ഡയറ്റ് സൂക്ഷിക്കുന്നുണ്ട്, ഒരുപാടൊന്നും കഴിക്കുന്നില്ല. ഇഷ്ടമുള്ളതൊക്കെ കട്ട് ചെയ്തോ? ഇഷ്ടമുള്ളതൊക്കെ കട്ട് ചെയ്തു, കഴിക്കുന്നില്ല വലുതായിട്ട്. ഒന്നത് ഈ എക്സസൈസും കൂടെ ചെയ്യാത്തപ്പോഴത്തേക്കും ഡയറ്റ് ചെയ്താൽ. പിന്നെ എന്താ ശ്രദ്ധിക്കുന്നത്, സ്കിൻ കെയർ എൻ്റെ ഭയങ്കര പക്കയാണ്. ഈ AM/PM റുട്ടീൻ ഭയങ്കര കൃത്യമായിട്ട് ഞാൻ നോക്കുന്ന ഒരാളാണ്. എപ്പോഴും സ്കിന്ന് ഡബിൾ ക്ലെൻസ് ചെയ്യും, പിന്നെ അല്ലാതെ എന്തെങ്കിലും സീറംസ് ഇടും. അത് ഞാൻ സ്കിന്ന് വളരെ കൃത്യമായി നോക്കുന്ന ഒരാളാണ്. അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടെ പറഞ്ഞു തന്നാൽ ഞങ്ങൾ. ഇല്ല, ഒരു രഹസ്യവും ഇല്ല.